മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം ഇന്ന് മറുപടി പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം മൊത്തം നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ മുഴുവൻ മാധ്യമങ്ങളെ കുറ്റം പറയാനാണ് ഉപയോഗിച്ചത്. അത് മാധ്യമങ്ങൾ തെറ്റായ കണക്കുകൾ പ്രചരിപ്പിച്ചിട്ട് ഒരു കള്ള വാർത്ത വ്യാപിപ്പിച്ചു, ജനങ്ങൾ അത് വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹം പഴയ കുറേ കണക്കുകളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഈ കുറ്റപ്പെടുത്തൽ നടത്തിയത്. ഇതിനെ എങ്ങനെയൊന്ന് വിലയിരുത്താൻ പറ്റും? ആ 1 മണിക്കൂറിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ആറ്റിക്കുറുക്കി എടുത്താലുണ്ടല്ലോ, ഒറ്റ കാര്യമേ അദ്ദേഹം പറയുന്നുള്ളൂ. കേന്ദ്രത്തിന് കൊടുത്ത നിവേദനം, ഇത്ര ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന കാശ് വേണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന് നിവേദനം കൊടുത്തു കേരള സർക്കാർ. ആ കൊടുത്ത നിവേദനം ചിലവായ തുകയായിട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അത്രയും ചിലവായിട്ടില്ല, എസ്റ്റിമേറ്റാണ് കേന്ദ്രത്തിന് കൊടുത്തത്. ഇതാണ് മാധ്യമങ്ങൾ ചെയ്ത തെറ്റ്. ഇതിൽ ഇത്ര വലിയ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മാധ്യമങ്ങളുടെ ഫിഗേഴ്സ് തെറ്റല്ല. ചിലവായി എന്നുള്ളതിന് പകരം ചിലവാകാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം ശുഭമായേനെ. ഇതാണ് പ്രശ്നം. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലവാകാൻ പോകുന്ന തുക, സാധ്യതയുണ്ട്, ചിലവാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വീട് വയ്ക്കാനുള്ള എസ്റ്റിമേറ്റ് 10 ലക്ഷം രൂപ എന്ന് വയ്ക്കുക. വീട് തീരുമ്പോൾ അത് 15-20 ഒക്കെ ആയി എന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 8 ആയുള്ളൂ എന്നും വരും. എസ്റ്റിമേറ്റാണത്. അപ്പോൾ ആ തുക ചിലവായി എന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ അതൊരു സാങ്കേതിക അർത്ഥത്തിൽ തെറ്റാണെന്ന് പറയാമെങ്കിലും അതൊരു ദുഷ്പ്രചരണമാണ് എന്ന് പറയാൻ പറ്റില്ല. 50 കോടി രൂപയുടെ ഒരു വീട് വയ്ക്കാൻ ഞാൻ തീരുമാനിച്ച് എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സിനുജി 4 പേരോട് പറയുന്നു 50 കോടി രൂപയുടെ വീടാണ് വയ്ക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അതിൽ തെറ്റില്ലല്ലോ. 50 കോടി രൂപ ഞാൻ ചിലവാക്കാൻ തീരുമാനിച്ചു, എൻ്റെ പോക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് ഞാൻ 50 കോടിയുടെയോ 50 ലക്ഷത്തിൻ്റെയോ വീട് വയ്ക്കുന്നു. അത് സത്യമാണ്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞില്ല, ചിലവായ തുകയാണ് എന്ന് പറയുന്നത് സാങ്കേതിക അർത്ഥത്തിൽ തെറ്റാണെങ്കിലും അത് വലിയൊരു തെറ്റിദ്ധാരണയൊന്നുമല്ല. ഇവരുടെ നിവേദനത്തിലുള്ള തുക തന്നെയാണ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം എന്തിനാണ് മാധ്യമങ്ങളുടെ നേർക്ക് കുതിര കയറുന്നത്? അദ്ദേഹം ഒറ്റ സെൻറ്റൻസ് പറയേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഈ ചിലവായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കണക്കുണ്ടല്ലോ, അത് ചിലവായതല്ല, ആകാൻ പോകുന്നതാണ്. അതിൻ്റെ ചെറിയൊരംശമേ ഇപ്പം ചിലവായിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ചിലവ് വരും എന്ന് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. അത്രയും ചിലവായിട്ടില്ല, അത്രയും ചിലവാകും, ഒരുപക്ഷെ അതിൽ കൂടുതലാകും. അതാണ് അദ്ദേഹം പറയുന്നത്. 219 കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. വാസ്തവത്തിൽ വേണ്ടത് 2200 കോടിയാണ്. അങ്ങനെയൊക്കെ പറയുന്നു. ഇതിൽ ഈ മാധ്യമങ്ങൾ ഇത്ര വലിയ അപരാധം ചെയ്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിവേദനത്തിലെ ഫിഗറിനെ ചിലവായ തുകയായിട്ട് പറയുന്നവർ, പക്ഷേ നിവേദനത്തിൽ അതുണ്ടല്ലോ. നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, സന്നദ്ധ സംഘടനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ 8 കോടി രൂപ, വസ്ത്രം കൊടുക്കാൻ 7 കോടി രൂപ, ഇത് ശവസംസ്കാരത്തിന് എത്രയാ ഒരാൾക്ക് 76,500 അങ്ങനെ എന്തോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശവസംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭൂമി വാങ്ങണം, അവിടെ കുഴി കുഴിക്കണം, അല്ലെങ്കിൽ വിറകെടുക്കണം. ഇതൊക്കെ സർക്കാർ ചിലവാക്കേണ്ടതാണ്. ബട്ട് ഞാൻ അറിഞ്ഞിടത്തോളം ഭൂമി ഇവർ ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു പ്രദേശത്താണ് ചെയ്തിരിക്കുന്നത്. അതിന് ഹാരിസൺ മലയാളം കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗജന്യമായി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു ഈ സൗജന്യമായി തന്നു എന്നുള്ളത് ശരി. സന്നദ്ധ സംഘടനകൾ ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായിട്ടാണ് ചെയ്തത്, അതിനൊന്നും അവർ പ്രതിഫലം വാങ്ങിയിട്ടില്ല. പക്ഷേ എസ്റ്റിമേറ്റിൽ അത് വരണ്ടേ എന്നാണ് ചോദ്യം. എന്തിനു വരണം? ഈ ലോട്ടറി അടിക്കുന്ന പോലത്തെ ഒരു മനോഭാവമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത് ഈ കാര്യത്തിൽ. ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതൊരു ലോട്ടറിയാണ്. കാരണം ഈ ദുരന്ത നിവാരണം മൊത്തം ജനങ്ങളങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. സന്നദ്ധ സംഘടനകളും മറ്റ് മുതലാളിമാരും അവരുമൊക്കെ ചേർന്ന് അവരങ്ങ് ചെയ്യും. ബട്ട് ഇതിൻ്റെ പേരിൽ ഇദ്ദേഹം കാശ് വാങ്ങും, എന്നിട്ട് വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. മുഖ്യമന്ത്രി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ബാക്കി ചിലവൊക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ അഗസ്റ്റിൻ അല്ലേ,
അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ ലൈവായിട്ട് പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാം, ഞാൻ ഈ മുണ്ടക്കൈ പ്രദേശം മുഴുവൻ ഞാൻ റീകൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കാം, പള്ളിക്ക് പള്ളി, അമ്പലത്തിന് അമ്പലം, കടയ്ക്ക് കട, ഇതെല്ലാം ഞാൻ ചെയ്യാം, ഫ്രീ, എനിക്കൊന്നും തരണ്ട. ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിൽ ആ മനുഷ്യനെ അപ്പോൾ വിളിപ്പിക്കും. അയാളൊരു മുതലാളിയാണല്ലോ, ഒരു ചാനലും ഒക്കെ നടത്തുന്നു, ഇത് കേസും സംഗതിയൊക്കെ നിലനിൽക്കുന്നു, ഇരിക്കട്ടെ, ആരുടെ പേരിൽ എന്തൊക്കെ കേസുണ്ട്, നിങ്ങൾ പറഞ്ഞ എന്താ നിങ്ങളുടെ പരിപാടി, നിങ്ങളുടെ പ്രോജക്റ്റ് കൊണ്ടുവന്ന് വിതിൻ 24 hours എനിക്ക് പ്രോജക്റ്റ് തരണം, നിങ്ങൾ എവിടെ നിന്നാണ് ഫൈനാൻസ് സംഘടിപ്പിക്കുന്നത്, നിങ്ങൾ ഈ പ്രോജക്റ്റ് നടുക്കിട്ട് പോവില്ല എന്നുള്ളതിൻ്റെ ഉറപ്പായിട്ട് ഇത്രയും തുകയുടെ ബാങ്ക് ഗ്യാരണ്ടി സർക്കാരിന് തരണം. കാരണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് അതിന് ബാങ്ക് ഗ്യാരണ്ടി വയ്ക്കും. ഇതിനെല്ലാം കൂടെ ചേർത്ത് ശരി 2000 കോടി രൂപ ചിലവ് വരും. 2000 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി സർക്കാരിന് കിട്ടണം. എന്നിട്ട് ഞങ്ങൾ സ്ഥലം തരാം. അയാൾ സ്ഥലം പോലും വേണ്ടെന്നാണ് മനുഷ്യൻ പറഞ്ഞത്. സ്ഥലം പോലും നിങ്ങൾ തരണ്ട. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു, ഞാൻ വീട് വെച്ച് കൊടുക്കാം. സ്ഥലത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ വിളിക്കണം, ശരി എല്ലാവർക്കും ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരൊക്കെ വലിയ വലിയ മുതലാളിമാരല്ലേ, ടേക്ക് ഇറ്റ് ഫ്രം ദം. ഒരുപക്ഷെ എടുത്തും കാണും. എന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് അതെടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് കണക്കിൽപ്പെടുന്നതല്ലോ. ദുരിതാശ്വാസമായിട്ട് കേന്ദ്രത്തിൽ വേറെ കിട്ടണ്ടേ? കിട്ടില്ല. ദുരിതം നിങ്ങൾ വേറെ രീതിയിൽ ആശ്വാസം കിട്ടിയല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇനി കേന്ദ്രം ദുരിതാശ്വാസം തരേണ്ട കാര്യം എന്താ? ഇത് ഒരു പ്രിൻസിപ്പിളുണ്ട്, അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വഷളാവും. അതൊരു പക്ഷേ മുഖ്യമന്ത്രിക്ക് പറയാനും പറ്റില്ല. ഈ സാധാരണ നമ്മൾ കേന്ദ്രത്തിൽ ചോദിക്കുന്നത്, പണ്ട് ഈ സിമെൻറ്റിന് പഞ്ചസാരയ്ക്കൊക്കെ റേഷനിങ് ഉണ്ടായിരുന്നു, 60കളിലൊക്കെയാണ്. അപ്പോൾ അന്ന് നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ നമ്മൾ സപ്ലൈ ഓഫീസറുടെ അടുത്ത് അപേക്ഷ കൊടുക്കണം, ഇത്ര ചാക്ക് സിമെൻറ്റ് വേണം എന്ന് പറയും. അപ്പോൾ 5 ചാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 25 ചാക്ക് വേണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. അപ്പോൾ സപ്ലൈ ഓഫീസർ 25 പറ്റില്ല, 5 തരാം. അപ്പോൾ നമുക്ക് വേണ്ടത് കിട്ടി. ഇതാണ് അന്നത്തെ സമയം. അന്ന് തമാശയ്ക്ക് നമ്മളുടെ ബോബനും മോളിയും വരയ്ക്കുന്ന ടോംസ് എഴുതിയിരുന്നു, പീരങ്കിക്ക് അപേക്ഷ കൊടുത്താലേ തോക്ക് കിട്ടുകയുള്ളൂ. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇതുപോലെയാണ് ഈ കേന്ദ്ര സർക്കാർ സഹായം. കുറച്ചൊക്കെ ശരിയുമാണ് കേട്ടോ. നമ്മളൊരു 10,000 കോടി രൂപ ചോദിച്ചാലേ അവിടെ നിന്നൊരു 2,000 കോടി കിട്ടുകയുള്ളൂ. 2,000 ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദക്കാരനാണ്, 2,000 കൊടുത്തേക്കാം. അവിടെ ഇരിക്കുന്ന ബ്യൂറോക്രാറ്റ് വിചാരിക്കില്ല, 2,000 അല്ലേ ചോദിച്ചുള്ളൂ, ഒരു 150 കോടി കൊടുത്താൽ മതി എന്നായിരിക്കും അയാളുടെ ഇത് വരുന്നത്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ കേന്ദ്രം എസ്റ്റിമേറ്റ് എടുക്കുക, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ എസ്റ്റിമേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് താമസിക്കും. പിന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷം കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സംഘം കേരളത്തിൽ വരുന്നത്. ദുരന്തമൊക്കെ ഉണ്ടായി, ആൾക്കാർ നാലുപാടുമൊക്കെ പോയി, എല്ലാം കഴിഞ്ഞു, അവിടെ വീണ്ടും മരങ്ങൾ വളർന്നു ഒക്കെ കഴിയുമ്പോൾ ഇവിടെ ദുരന്തം ഉണ്ടായി എന്ന് ചോദിച്ചിട്ടാണ് കേന്ദ്ര സംഘം വരാറുള്ളത്. ആ കേന്ദ്ര സംഘം വന്നിട്ട് അവരുടെ എസ്റ്റിമേറ്റ് കിട്ടിയിട്ട് ഈ ജന്മം 10 പൈസ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് സ്മാർട്ടായിട്ട് നിൽക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഇത് കിട്ടിയ സൗജന്യമായിട്ട് ചെയ്തു എന്ന് തന്നെ അക്നോളജ് ചെയ്യണം. അതാണ് അതിൻ്റെ മര്യാദ. ഇത് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ കുറേ സംഘടനകളുടെ വ്യക്തികളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുറച്ച് വീട് വെച്ച് തരാം. കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താം. ഞങ്ങൾ പറഞ്ഞു കുറച്ച് പേർക്ക് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച കാര്യം മുഖ്യമന്ത്രി ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബെയിലി പാലത്തിൻ്റെ അടിയിൽ കല്ല് വിരിച്ചതിന് 1 കോടി രൂപയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും മറ്റ് ചില കാര്യങ്ങളോടുകൂടി ഈ മാധ്യമങ്ങൾ മൊത്തം കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ആക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹം ചെയ്തത്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഇത്രയും കുഴഞ്ഞു മറിഞ്ഞൊരു സാധനം വരയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 കോടി രൂപ പാകിസ്ഥാന് കൊടുത്തു 2010 അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. പാകിസ്ഥാൻ 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ട് 5 കോടി രൂപ ഇവിടെ കൊടുത്തു, ഒറീസയിലൊരു വൃദ്ധസദനത്തിന് കൊടുത്തു. ഞാൻ ഒറീസയിലെ വൃദ്ധസദനത്തിന് ഇവിടുന്ന് 5 കോടി രൂപ കൊടുക്കേണ്ട കാര്യം എന്താ? അത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഗൂഗിൾ വഴിക്ക് പത്രവാർത്ത സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഒറീസയിലൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിനാണ് ഈ 5 കോടി രൂപ. ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വൃദ്ധസദനം, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറൊക്കെ ഒറീസ CPMൻ്റെ പാർട്ടി ആഫീസ്. ഇതാണ് ബിൽഡിംഗ്. താഴെ താമസിക്കുന്ന വൃദ്ധന്മാരേതാ?
പാർട്ടിയിൽ തന്നെ വയസ്സാകുമല്ലോ ആളുകൾ, അതെ അതെ അവർക്ക് താമസിക്കാൻ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിലും ഗംഭീരമായൊരു വിഷയമുണ്ട്. നമ്മൾ മാറാട് സംഭവം നടന്നില്ല 2003, 9 പേര് മരിച്ചു. 9 പേർക്ക് 10 ലക്ഷം രൂപ വെച്ച് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാൻ തീരുമാനമായി. അത് കൊടുക്കുകയും ചെയ്തു. ദുരിതാശ്വാസ നിധിയിൽ ആ സമയത്ത് എത്ര കാശുണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ചു. എനിക്ക് ആ രജിസ്റ്ററിൻ്റെ ഫോട്ടോ കോപ്പി തന്നു സർക്കാരിൽ നിന്ന്. അതിൽ ഞാൻ നോക്കിയപ്പോൾ 3 ലക്ഷത്തി ചില്ലാനും രൂപയെ ആ സമയത്ത് ദുരിതാശ്വാസ നിധിയിലുള്ളൂ. 90 ലക്ഷം രൂപ വന്നതായിട്ടും കാണുന്നില്ല, പോയതായിട്ടും കാണുന്നില്ല. ചൂടാ. ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. ഇതെവിടെ നിന്നാണ് ഈ 90 ലക്ഷം രൂപ കൊടുത്തത്, ആർക്കൊക്കെയാണെന്ന്. അദ്ദേഹം എനിക്ക് മറുപടി തന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് താഴെ പറയുന്നവർക്ക് കാശ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 9 പേരുടെ പേര്, മേൽവിലാസം, ചെക്ക് നമ്പർ, ഡേറ്റ്, എമൗണ്ട് ഇത്രയും എഴുതി അദ്ദേഹം എനിക്ക് മറുപടി തന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 90 ലക്ഷം രൂപ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ റെക്കോർഡിൻ്റെ ഫോട്ടോ കോപ്പിയിൽ പറയുന്നു ആകെ 3.25 ലക്ഷം രൂപയെ അതിലുള്ളൂ. പിന്നെ ആരെ ഈ 90 ലക്ഷം കൊടുത്തത്? സം എക്സ്റ്റേണൽ ഏജൻസി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ 90 ലക്ഷം രൂപ കൊടുത്തിട്ട് മാറാട് സംഭവം ഒതുക്കിക്കളഞ്ഞു. ഇത് ഞാൻ കണ്ടെത്തിയ അത്ഭുതകരമായ സാധനമല്ല. ഇത് ഇളമരം കരീം പ്രസംഗിച്ചു കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല ഈ പൈസ പോയിരിക്കുന്നത്, വേറെ എവിടെ നിന്നോ ആണ്. അത് ഞാൻ നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും സർക്കാർ ഉത്തരം തരുന്നില്ല, ഞാനത് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കണ്ടുപിടിക്കാൻ ഇറങ്ങിയത് ഞാനായിരുന്നു. ഇളമരം കരീമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ഇറങ്ങി. ഇളമരം കരീം ഇത് വിട്ടു. അന്ന് ആൻ്റണി സർക്കാരാണ് മാറാട്. അതിനുശേഷം അച്യുതാനന്ദൻ സർക്കാർ വന്നു. ഇളമരം കരീം വ്യവസായ മന്ത്രിയായി. ബട്ട് ഒരു അന്വേഷണ സംഘം പിന്നെ അതേപ്പറ്റി ഇളമരം കരീം മിണ്ടുന്നില്ല. ഞാനിതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കോൺട്രഡിക്ടറി ഇൻഫർമേഷൻ കിട്ടി. ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെന്ന് കളക്ടർ അല്ലെന്ന് ഇവർ പറയുന്നില്ല. ഇവരുടെ കണക്കിൽ 90 ലക്ഷം കാണുന്നില്ല. 90 ലക്ഷം ഒന്നുകിൽ ആ അക്കൗണ്ടിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ഇടണം. ഇതൊന്നും തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെക്കോർഡിലില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെപ്പറ്റി ജനങ്ങൾക്ക് പൊതുവേ അവിശ്വാസം ഉണ്ടാവാൻ കാരണം ഇതാണ്. അതിന് ആക്കം കൂട്ടുന്ന പ്രവൃത്തിയായിപ്പോയി ഈ നിവേദനം. ഈ നിവേദനത്തിൽ പോലും നിങ്ങളിങ്ങനെ എക്സാഗ്രേറ്റഡ് ഫിഗർ എഴുതി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇപ്പം അല്പം എക്സാഗ്രേറ്റ് ചെയ്യാൻ അവർക്ക് മനസ്സിലാവും. ബട്ട് നിങ്ങൾ ചുമ്മാ 10 ലക്ഷം വേണ്ട സ്ഥലത്ത് 8 കോടി എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ബോധമില്ലാത്തവരാണ്? ചുമ്മാതാണോ കേരളത്തിലൊന്നും കിട്ടാത്തത്? ഇനെഫിഷ്യൻസിയും ഈ അത്യാഗ്രഹവും, അപകട സമയത്തെ അത്യാഗ്രഹം, അത് ശരിയായ കാര്യമല്ല. അത് പിണറായി വിജയൻ സർക്കാരിനും അച്യുതാനന്ദൻ സർക്കാരിനും ഒക്കെ ഉണ്ടായിരുന്നു ഈ ആക്രാന്തം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാളെ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തുമല്ലോ, കുറേ പേരിലേക്ക്. അപ്പോൾ ഇത് ഈ രീതിയിലാവും. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഞങ്ങളെല്ലാം തെറ്റ് ചെയ്തു എന്നുള്ള ഒരു സമ്മതം പോലെ വാർത്ത വരുന്ന പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ കേസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി. അതൊരു വലിയ അടിയാണ്. ഇൻ്റർഫറൻസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്, ഇതാണ് പിണറായി വിജയൻ ഉപയോഗിച്ച വാക്ക്. ഇൻ്റർഫറൻസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്. സർക്കാർ ന്യായമായ ഒരു കാര്യം ഭരണകൂടം ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, ആ കുറ്റത്തിന് മാധ്യമങ്ങളുടെ പേരിൽ കേസെടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമനടപടിയെ പറ്റി ആലോചിക്കും. ഇങ്ങനെ തെറ്റായ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ നിയമനടപടി വരുമല്ലോ എന്ന് ഭയന്നിട്ടെങ്കിലും മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ലൈനിൽ പോകേണ്ടി വരും. കേരളത്തിലെ മാധ്യമങ്ങളിൽ അതിൽ കവിഞ്ഞ ഗഡ്സുള്ള ആരുമില്ല. അപ്പം ഈ പറഞ്ഞത് മുഴുവൻ, അതായത് ഛർദ്ദിച്ചത് മുഴുവൻ വാരി വിഴുങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ പോകുന്നു എന്നാണോ? ഇല്ല, അവർ പോകേണ്ട കാര്യമില്ല. അവർ ഈ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഈ എസ്റ്റിമേറ്റ് ഇന്നതാണ്, ഞങ്ങൾ പ്രചരിപ്പിച്ചത് ഇന്നതാണ്, ചിലവായി എന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചു, ചിലവായിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തർക്കം എന്താ? ചിലവായിട്ടില്ല, ചിലവാകും കേട്ടോ. ഇത്രേ വ്യത്യാസമുള്ളൂ രണ്ടുപേരും നമുക്ക്. ഇത് മാധ്യമങ്ങൾ കൃത്യമായിട്ട് കോളം വൈസ് ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, ചിലവായി എന്ന് ഞങ്ങൾ പറഞ്ഞു, ചിലവാകാൻ സാധ്യതയുണ്ടെന്ന് ഇദ്ദേഹവും പറഞ്ഞു. രണ്ട് തുകയും സെയിമാണ്.
ചിലവാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വെറുതെയല്ല. അദ്ദേഹം പറയുന്നത് ഹൈക്കോടതിയിൽ പോലും ഈ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഹൈക്കോടതിയിൽ എന്തിനും എസ്റ്റിമേറ്റ് പോകണം എന്ന്. ഏതായാലും കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേദനത്തിലെ കണക്കാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് അവരെന്തോ വലിയ മഹാപാതകം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് പിണറായി വിജയൻ്റെ ഈ ത്രെറ്റ് ഉണ്ടല്ലോ, നിയമ നടപടി ഉണ്ടാകും എന്നുള്ള ത്രെറ്റ്, അത് പിടിച്ചു നിൽക്കാനുള്ള ത്രാണി കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ വിമർശനം ഉന്നയിക്കേണ്ടത് മാധ്യമങ്ങളല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണ്. ആണ്. പക്ഷെ കേസ് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറും. കേസ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറും. നിങ്ങളുടെ തെറ്റായ പ്രചരണത്തിലൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ന്യായമായ പൈസ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, ഇതാണോ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം? അത് ചെയ്തു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ന്യായമായത് ചോദിച്ചാൽ മാത്രമേ അവിടെ ഒരു പരിഗണന ഉണ്ടാവുള്ളൂ. മറ്റത് വെറുതെ ഇവനിത് തക്കം നോക്കി ചുമ്മാ അങ്ങ് കയറ്റി എഴുതി വിട്ടിരിക്കുകയാണ് ഫിഗർ എന്നൊരു ഇമ്പ്രഷൻ വരും. ആ ഇമ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. എന്തായാലും ജനങ്ങളും മാധ്യമങ്ങളും എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാത്തിരിക്കാം, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.